ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത പലർക്കും അറിയുന്നൊരു കാര്യമായിരിക്കും. സെപ്റ്റംബർ 9 999 പോർട്ടൽ ഓപ്പണിംഗ് ടൈമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് സെപ്റ്റംബർ 8 9 പലരും ഇത് കാണുന്നത് 9 തന്നെ ആയിരിക്കും. അപ്പോൾ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞൊരു സമയമാണ്. നമ്മളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരുപാട് റിസൾട്ട് കിട്ടുന്ന ഒരു സമയവും കൂടിയാണ്. 9 എന്ന് പറയുന്ന നമ്പർ തന്നെ ഒരു കംപ്ലീഷനാണ് കാണിക്കുന്നത്. ചില കാര്യങ്ങൾ അവസാനിച്ചു കഴിഞ്ഞാലാണ് ചില കാര്യങ്ങൾ തുടങ്ങാനായിട്ട് സാധിക്കുക. നമ്മുടെ ലൈഫിൽ നമുക്ക് നെഗറ്റിവിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തരുന്ന ചില സംഭവങ്ങൾ നമ്മുടെ ലൈഫിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമുക്കത് എൻഡ് അപ്പ് ചെയ്യാൻ, ലെറ്റ് ഗോ ചെയ്ത് കളയാൻ, അല്ലെങ്കിൽ ഒരു കാർമിസിറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ലെറ്റ് ഗോ ചെയ്ത് കളയാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് കൊണ്ടുവരാൻ, കോളിംഗ് ഇൻ ചെയ്യാനായിട്ട് ഒക്കെ പറ്റിയ ഒരു ടൈം തന്നെയാണ്. അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻസ് തീർച്ചയായിട്ടും മനസ്സിലാക്കുക. ഇപ്പോൾ മാനിഫെസ്റ്റേഷൻസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ, അല്ലെങ്കിൽ എന്തെങ്കിലും റിച്വൽസ് ഒക്കെ ചെയ്യുന്നവർ അത് അതിൻ്റേതായിട്ടുള്ള നിഷ്കർഷയോടുകൂടി തന്നെ തീർച്ചയായിട്ടും ചെയ്യാം. ഒരു കാരണവശാലും ഒരു ഡൗൺ എനർജി അല്ലാന്നുണ്ടെങ്കിൽ പല കാര്യത്തെക്കുറിച്ചും നമ്മുടെ മനസ്സിൽ തീർച്ചയായിട്ടും അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് മാറി മാറി പല കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. എങ്കിലും ആ ഒരു നെഗറ്റിവിറ്റിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ശ്രദ്ധ തിരിച്ച് മാറ്റിവിടുക. കാരണം ആ ഒരു നെഗറ്റിവിറ്റി നമ്മളിലേക്ക് വരാനും അബ്സോർബ് ചെയ്യാതിരിക്കാനും വേണ്ടിയിട്ടാണ്. പോസിറ്റീവായിട്ട് തന്നെ ചിന്തിച്ച് ലൈഫിൽ നമ്മളുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് തന്നെ പോവുക. ഇപ്പോൾ നമ്മൾ റിലേഷൻഷിപ്പാണ് നോക്കുന്നതെങ്കിൽ പോലും നമ്മുടെ ലൈഫിൽ വേറെയും പല പ്രശ്നങ്ങളുണ്ടാവും. നമ്മളുടെ ഫിനാൻഷ്യൽ മാറ്റേഴ്സ്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ കുട്ടികളുടെ കാര്യം, വീട്ടിലെ ആളുകളുടെ കാര്യം, പല കാര്യങ്ങളും ഉണ്ടാവാം. അപ്പോൾ ആ ഒരു നെഗറ്റീവ് ചിന്താഗതിയും കാര്യങ്ങളും എല്ലാം മാറ്റി വെച്ചിട്ട് വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകേണ്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ഈ ഒരു 999 പോർട്ടൽ ഓപ്പണിംഗ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരാനായിട്ട് പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കുറച്ച് മുൻപേ നമ്മൾ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാം. ഇപ്പോൾ ഞാൻ പറയുന്നതിന് മുൻപ് കണ്ടവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ആ ഒരു മെസ്സേജ് എത്തിക്കഴിഞ്ഞു എന്ന് തന്നെ വിചാരിക്കാം. കാരണം നിങ്ങൾക്കത് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു വീഡിയോ കൂടിയാണ്. അപ്പോൾ നമ്മളുടെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ മാനിഫെസ്റ്റേഷൻസ്, അഫർമേഷൻസ് മുതലായ കാര്യങ്ങളല്ലാതെ ആരാധനാലയങ്ങളിലൊക്കെ പോയിട്ട് പ്രാർത്ഥനയൊക്കെ ചെയ്യാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. നവഗ്രഹ ക്ഷേത്രത്തിലൊക്കെ പോകാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നല്ലതാണ്. ആ ഒരു 9 എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു നവഗ്രഹങ്ങളുടെ ഒരു സങ്കല്പം കൂടി നമുക്ക് തീർച്ചയായിട്ടും കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. 9 എന്ന് പറയുന്ന നമ്പർ എന്ന് പറയുന്നത് തന്നെ റൂൾ ചെയ്യുന്നത് പ്ലാനറ്റ് മാസ് ആണ്. ചൊവ്വയുടെ അധീനതയിൽ വരുന്നതാണ്. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. നമുക്കപ്പോൾ റീഡിങ്ങിലേക്ക് വരാം. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ നോക്കാം ഈ ഒരു 999 പോർട്ടൽ ഓപ്പണിംഗിൻ്റെ ഒരു ഓവറോൾ എനർജി എങ്ങനെയായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ളത്. ഓക്കെ, പേഷ്യൻസ്, രണ്ട് കാർഡ്സ് വന്നിട്ടുണ്ട്, നമുക്ക് രണ്ടും എടുക്കാം. പ്യൂരിറ്റി, മിറാക്കിൾസ്, ഓക്കെ, പ്യൂരിഫിക്കേഷൻ ഒരു കാർഡ് കൂടി എടുക്കാം നമുക്ക്. ഓക്കെ, പ്ലഷർ. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു എനർജീസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്തും ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം നമുക്കിവിടെ ആ ഒരു പേഷ്യൻസ്, കാത്തിരിപ്പ് കാണാം, ആ ഒരു വെയിറ്റിംഗ് എനർജി കാണാം. ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ട് റിലേഷൻഷിപ്പിൽ കണ്ണിലെണ്ണൊഴിച്ച് കാത്തിരിക്കുക എന്ന് പറയുന്ന പോലെ മാറ്റങ്ങൾ ഉണ്ടാവാൻ, അകന്നിരിക്കുന്നവരാണെങ്കിൽ അടുത്ത് പെരുമാറാൻ ഒക്കെ ആഗ്രഹിക്കുന്നവരായിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നിങ്ങളുടെ ഒരു അവസ്ഥയ്ക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കാത്തിരിപ്പിനൊക്കെ ഒരു ഫലം കിട്ടാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ചില ഇൻസിഡൻസ് ഒക്കെ നമ്മുടെ ലൈഫിൽ കയറി വരുന്നത്, ഭൂരിഭാഗം റിലേഷൻഷിപ്പിലായിരിക്കും നമുക്ക് അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടുകൾ കയറി വരുന്നത്. ചിലവരെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും അവർക്കുണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളും ഈ ഒരു തരത്തിലാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അതായത് ഒരുപാട് മാറ്റം വരാൻ, ചിലത് നമ്മളുടെ ഒരു കർമ്മദോഷം കൊണ്ട് കയറി വരുന്നത്, നമ്മളുടെ ഒരു മുജന്മദോഷം കൊണ്ട് കയറി വരുന്ന പല കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു പ്യൂരിഫിക്കേഷനാണ് സത്യത്തിൽ. ഇവിടെ നമ്മൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യം നോക്കുന്നതുകൊണ്ട് തന്നെ ഒരു ശുദ്ധീകരണം, ആ ഒരു ഇത് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ തെളിഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ചില കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കാത്ത രീതിയിലുള്ളൊരു പെയിൻ, ഡിപ്രഷനിലൊക്കെ പോയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പിന്നിലൊരു പർപ്പസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു പ്യൂരിഫിക്കേഷൻ ആണ് നമ്മളുടെ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവേണ്ടുന്ന ഒരു കാര്യം. അല്ലാന്നുണ്ടെങ്കിൽ അത് മൂലം നമുക്കൊരു മാറ്റം, ഒരു വലിയ ബിഗ് ചേഞ്ച് ഒക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമില്ല. അതിൻ്റെ പിന്നിൽ ഒരുപാട് പെയിൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ വളരെ എളുപ്പമാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, നമ്മളുടെ മെൻ്റൽ ടെൻഷൻ,
ആങ്സൈറ്റി, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളും അതിനെ എഫക്റ്റ് ചെയ്യും. പക്ഷേ അത് മറ്റൊരു ലെവലിലേക്ക് നമ്മളെ മാറ്റാൻ വേണ്ടിയിട്ടാണ്, നമ്മളെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ചില കാര്യങ്ങളാണ്. ഇവിടെ നമുക്ക് ആ ഒരു എനർജിയാണ്, പ്യൂരിറ്റിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു കാത്തിരിപ്പ്, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഒരുപാട് ഹഡിൽസൊക്കെ കടന്ന് വന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു മാറ്റം ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് കാണാനായിട്ട് കഴിയുന്നത്. മിറാക്കിൾസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വണ്ടർ, മിറാക്കിൾ, അത്ഭുതം ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രതീക്ഷയില്ലാതിരിക്കുന്ന വ്യക്തികളായിരിക്കാം ചിലപ്പോൾ. അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു മാറ്റം കടന്നു വരുന്നു, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആ ഒരു വ്യക്തി ഇനി വരിക പോലും ഇല്ലേ എന്ന് ചിന്തിക്കുന്ന അവിടത്തുള്ള പെട്ടെന്നുള്ള അവരുടെ ഒരു തിരിച്ചുവരവെന്ന് പറയുന്നത് വളരെ ഒരു സർപ്രൈസ് ആയിട്ട് തന്നെ നമുക്ക് തോന്നാം. സ്വപ്നത്തിൽ പോലും ചിലപ്പോൾ ചിന്തിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. ആഗ്രഹമുണ്ട്, പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ വരുമോ എന്നൊക്കെയുള്ളൊരു ആകാംക്ഷയിലിരിക്കുന്നവരായിരിക്കും. ആ ഒരു മിറാക്കിൾസ് നമുക്ക് കാണാം. ഇവിടെ പ്ലഷറാണ്, തീർച്ചയായിട്ടും സന്തോഷമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കാത്തിരിപ്പായാലും നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മൂലം അനുഭവിച്ചിട്ടുള്ള പല കാര്യങ്ങൾ, അത് നിങ്ങളെ ശുദ്ധീകരിക്കാനാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മറ്റൊരു ലെവലിലേക്ക് എത്തിക്കാനാണെന്നുണ്ടെങ്കിലും അതിനൊക്കെ വേണ്ടി നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആ ഒരു കഷ്ടപ്പാടിൽ നിന്നുള്ള നിങ്ങൾക്കൊരു മാറ്റം വരുന്നു എന്നുള്ളത് തന്നെയാണ്. ആ സന്തോഷം നിങ്ങളുടെ ലൈഫിലേക്ക്, ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഓവറോൾ ആയിട്ട് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നമുക്കിനി നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, നിങ്ങളുടെ വ്യക്തിയിൽ നിങ്ങൾക്ക് എല്ലാം എന്തൊക്കെ ഒരു മാറ്റമാണ്, നിങ്ങളുടെ ബന്ധത്തിൽ എന്തൊക്കെ മാറ്റമാണ് ഇനി വരാനായിട്ട് പോകുന്നു എന്നുള്ളത്. നമുക്ക് ടാരോ വൈസ് തന്നെ നോക്കാം. നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് പോസിറ്റീവ് ആലോചിച്ചുകൊണ്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. Okay, Queen of Cups, Nine of Wands, Page of Pentacles, Nine of Cups, Knight of Pentacles, Ace of Cups, Justice, Ace of Wands, Two of Swords, the Emperor, Seven of Cups, Ace of Pentacles, Seven of Swords, Ten of Wands, Eight of Wands, and the Magician. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ക്വീൻ ഓഫ് കപ്സ് എനർജിയാണ്. ലാസ്റ്റ് വന്നിട്ടുള്ളത് മജീഷ്യനാണ്. ഈ രണ്ട് കാർഡ്സിൻ്റെയും പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിനും മജീഷ്യൻ വളരെ സ്ട്രോങ് കാർഡാണ്. രണ്ട് കാർഡ്സിലും ആ ഒരു മാനിഫെസ്റ്റേഷൻ നമുക്ക് നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു തീവ്രമായിട്ടുള്ള ആഗ്രഹമായിരിക്കാം, നിങ്ങളുടെ പ്രാർത്ഥനയായിരിക്കാം, അത് സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങൾ ചെയ്യുക. അതിന് തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാവും. നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു ഷോർട്ട് വീഡിയോയിൽ ഇതുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നതാണ്. ഇതിനു മുൻപും ചില വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലെ ആ ഒരു ദിവസം ചെയ്യുന്ന ഷോർട്ട് വീഡിയോ അതുപോലെ ലോങ് വീഡിയോ തമ്മിൽ ഏതെങ്കിലും തരത്തിലൊരു കണക്ഷൻ വരാറുണ്ട്. എല്ലാ ദിവസവും ഇല്ലാന്നുണ്ടെങ്കിൽ പോലും ചില ദിവസം അത് കണക്റ്റ് ആവാറുണ്ട്. അത് റെഗുലറായിട്ട് കാണുന്നവർക്കാണെന്നുണ്ടെങ്കിൽ പ്രത്യേകം അത് മനസ്സിലാക്കാൻ സാധിക്കും ആ ഒരു എനർജി എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഒരു എനർജി, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രാർത്ഥന, വിശ്വാസം, യൂണിവേഴ്സിനുള്ള ട്രസ്റ്റ്, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ്, ഇത് തീർച്ചയായിട്ടും വർക്ക് ചെയ്യും. ആ ഒരു യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും എന്നുള്ളത് തന്നെ നമുക്ക് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. നമ്മളിവിടെ ആ ഒരു നയൻ്റെ കാര്യം പറഞ്ഞു. നമുക്ക് ഇവിടെയാണെന്നുണ്ടെങ്കിലും ആ 9 ഓഫ് വാണ്ട്സ് ആൻഡ് 9 ഓഫ് കപ്സ് എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും റിലേഷൻഷിപ്പിൽ ഈ ഒരു റിലേഷൻഷിപ്പ് കൈമോശപ്പെട്ട് പോവില്ല എന്നുള്ളത് തന്നെയാണ്. ഇതൊരു ഫുൾഫിൽമെൻറ്റാണ്. നിങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിലും ആ ഒരു ഫുൾഫിൽമെൻ്റ് ആയിട്ട് മാറേണ്ടുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് നിങ്ങളുടെ ആ ഒരു. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, നമ്മൾ നേരത്തെ ആ ഒരു ഓവറോൾ എനർജി എടുത്ത് നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് അവിടെ പ്ലഷർ കണ്ടിരുന്നു. തീർച്ചയായിട്ടും ഇവിടെയും നമുക്ക് ആ ഒരു സ്നേഹം, ഇഷ്ടം, നിങ്ങളുമായിട്ടുള്ള ആ ഒരു സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ, അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ്, ഇപ്പോൾ ഒന്ന് അവസാനിച്ചു, നമ്മൾ മട്ടിൽ നിൽക്കുന്നവരാണ്, ഒന്ന് സെപ്പറേഷനിൽ നിൽക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ന്യൂ ബിഗിനിങ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെയും കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ആ ഒരു സ്നേഹം കടന്നു വരും എന്നുള്ളത് തന്നെയാണ്. ആ ഒരു പേഴ്സൻ്റെ സ്നേഹം അനുഭവിക്കാനുള്ള
യോഗം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. വളരെ സ്റ്റഡി ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. അതിപ്പോൾ പലരും പല രീതിയിലായിരിക്കാം. ചിലർ കൂടെ ഉണ്ടെങ്കിലും അത്രയും നല്ല രീതിയിൽ പോകാതെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടാവും. ചിലർ അകന്ന് നിൽക്കുന്നതായിരിക്കാം. ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ ഇടയ്ക്ക് വന്ന് എന്തെങ്കിലും സംസാരിച്ചിട്ട് പോകുന്നവരായിരിക്കാം. ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ അവരെ ഭയം കൊണ്ട് വരാൻ പറ്റാതിരിക്കുന്ന അവസ്ഥ. ചിലവരാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ട്രാക്ക് മാറിപ്പോയതുകൊണ്ട്, ഒരു ടെംപ്റ്റേഷനകത്ത് പെട്ടുപോയതുകൊണ്ട് ഇരിക്കുന്നവരുണ്ടാവാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുടെ സ്നേഹം അനുഭവിക്കാനുള്ള ഒരു യോഗം നിങ്ങളിലേക്ക് കടന്നു വരാനായിട്ട് പോകുന്നു എന്നുള്ളത് തന്നെ നമുക്കിവിടെ ആ ഒരു ജസ്റ്റിസ് എനർജി കാണാം. അതും ഒരു മേജർ ആർക്കാന കാർഡ് തന്നെയാണ്. ആ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ജസ്റ്റിസ് തീർച്ചയായിട്ടും കടന്നു വരാനായിട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. വളരെ ഒരു സ്ട്രോങ് എനർജിയാണ്. അതുപോലെ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ അവസാനിക്കുന്നു, ചില കാര്യങ്ങളുടെ ഒരു തുടക്കം ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും നമുക്ക് കാണാം ആ ഒരു രീതിയിലുള്ള അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ചില കാര്യങ്ങളിൽ പെട്ട് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം. ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ നിങ്ങൾ രണ്ടും അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യണം എന്നറിയാതെ സ്ട്രഗിൾ ചെയ്തൊരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആ ഒരു സംഭവം തീർച്ചയായിട്ടും ഇവിടെ അവസാനിക്കുന്നുണ്ട്. അതിനൊരു മാറ്റം വരുന്നുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ ഇതിനകത്ത് ചില കാര്യങ്ങൾ മറച്ച് വെച്ചിട്ടുണ്ടാവാം. ആ ഒരു പേഴ്സൺ ഒരു സീക്രറ്റ് സൂക്ഷിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾ മറച്ച് വെച്ച് ചെയ്ത കാര്യങ്ങൾ, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഹൈഡിങ് എനർജിയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് അവസാനിക്കുന്നതായിട്ട് കാര്യം. ചില കാര്യങ്ങൾക്കുള്ള ഒരു എൻഡിങ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് അത് തന്നെയാണ് കാണുന്നത്. ആ ഒരു എൻഡിങ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് പറയുമ്പോൾ അതിനകത്ത് ദുഷ്കരമായിട്ട് നിന്നിരുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് സ്ട്രഗിൾ തന്നിട്ടുള്ള ചില കാര്യങ്ങൾ അവസാനിക്കാനായിട്ട് പോകുന്നുണ്ടോ. അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷനാണ്, ഒരു ഫാസ്റ്റ് എനർജിയാണ്, സ്വിഫ്റ്റ് എനർജി തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണുമായിട്ട് പകർന്ന് നിൽക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയും വേഗം തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് വരും എന്നുള്ളത് തന്നെയാണ്. ചില കാര്യങ്ങൾ അവസാനിച്ച് പോകുമ്പോൾ തന്നെ ചില കാര്യങ്ങളുടെ ഒരു തുടക്കം എന്ന് പറഞ്ഞൊരു പ്രതീതി തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നമുക്ക് ആ ഒരു ഈസ് ഓഫ് വാൺസ് എനർജി, ഈസ് ഓഫ് പെൻറ്റിക്കിൾസ് എനർജിയൊക്കെ കയറി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ പലരും പേടിച്ച് അല്ലെങ്കിൽ ഒളിച്ച് മറച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്ന റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നവരുണ്ടാവാം. ആരും അറിയാതെ ഹൈഡിങ് ആയിട്ട് രഹസ്യമായിട്ട് മാത്രം കൊണ്ടുപോകാൻ ഉള്ള ഒരു ധൈര്യം അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഇത് പറഞ്ഞ് മുന്നിലേക്ക് പോകാനുള്ള ഒരു സ്ട്രെങ്ത് ഇല്ലായ്മയൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പോ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു അവസ്ഥ അവസാനിക്കുന്നു എന്നുള്ളത് തന്നെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എടുത്ത് നിൽക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്ട്രോങ് വിൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സ്വാധീനിക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മൾ ചില റീഡിങ്സിലൊക്കെ കാണാറുണ്ട്, ഓ എനിക്ക് ഈ പേഴ്സണെ വേണ്ട എന്ന് പറയുന്നവരുണ്ട്. വേണ്ടാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓഫ് കോഴ്സ് നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ മൂവ് ഓൺ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടാവും. എല്ലാവരുടെ സിറ്റുവേഷൻ ഒരുപോലെ ആയിരിക്കണം എന്നില്ല. ചിലർക്ക് ടോക്സിക് റിലേഷൻഷിപ്പിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ റീഡിങ് കണ്ടിട്ട് വീണ്ടും മാനിഫെസ്റ്റ് ചെയ്തെടുക്കാതിരിക്കുക, അതവിടെ ഉപേക്ഷിച്ചിട്ട് പോവുക എന്നുള്ളതാണ്. നമ്മൾക്ക് വീണ്ടും ആ ഒരു പേഴ്സണെ വേണം. നമ്മളുടെ റിലേഷൻഷിപ്പിൽ നമുക്ക് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് വിശ്വാസമുണ്ട്, യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു ജസ്റ്റിസ് കിട്ടാനുള്ള അർഹതയുണ്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് അത് വീണ്ടും വീണ്ടും ആ ഒരു റീഡിങ്, ഓരോ റീഡിങ്ങിൽ നിന്നും ഉണ്ടാവുന്ന പോസിറ്റീവ് എനർജി അബ്സോർബ് ചെയ്യാനും അല്ലാന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ആ ഒരു ട്രാക്കിലൂടെ പോകേണ്ടവർ അങ്ങനെയുള്ള വ്യക്തികൾ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞതുപോലെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന പല ഹഡിൽസ് ഉണ്ടാവാം, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവും. അതെല്ലാം മാറി സ്ട്രോങ് ആയിട്ട് മുന്നിലേക്ക് വരാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് പറ്റിയ സമയമാണ്. അങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യുക, പോസിറ്റീവായിട്ട് തന്നെ ചെയ്യുക എന്നുള്ളതാണ്. ആഗ്രഹിക്കുന്നവരുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഓവറോൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലരെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും അവരുടെ റിലേഷൻഷിപ്പിൽ അവർക്കൊരു ജസ്റ്റിസ് ലഭിക്കാനായിട്ട് പോകുന്നുണ്ട്. ഒരുപാട് നാളത്തെ കാത്തിരിപ്പ്, പ്രാർത്ഥനകൾക്കൊരു ഫലം ലഭിക്കാനായിട്ട് പോകുന്നു. ആ ഒരു വ്യക്തിയിൽ നിന്നുള്ള ഒരു സ്നേഹം അനുഭവിക്കാനായിട്ട് പോകുന്നു. ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് ആയിരിക്കാം ആ ഒരു റിലേഷൻഷിപ്പിൽ പേഴ്സണായിട്ട് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഒരു സ്ട്രോങ് കോൺടാക്റ്റ് നമുക്ക് കാണാം. സെപ്പറേഷനിൽ ഇരിക്കുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എത്രയും വേഗം ആ ഒരു വ്യക്തിയിൽ നിന്നുള്ള ഒരു കോൺടാക്റ്റ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിൽ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് ഭയപ്പെട്ടിരുന്നവർ, റിലേഷൻഷിപ്പ് ഒന്ന് ഹൈഡ് ചെയ്ത് വെച്ച് കൊണ്ടുപോകുക, അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയാൻ പേടിച്ചിരുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയെ ഭയന്നിരുന്നിട്ട് ഇരിക്കുന്ന ഒരവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ എൻഡായി പോകുന്നുണ്ട്. ആ ഒരു പേഴ്സൺ വീണ്ടും നിങ്ങളിലേക്ക് വരാനുള്ള ഒരു സ്ട്രോങ് എനർജി ബൂസ്റ്റർ തന്നെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് ലാസ്റ്റ് വന്നിരിക്കുന്ന ഒരു മെജീഷ്യൻ എനർജി പോലെ തന്നെ നിങ്ങളത്രയും സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോവുക, മാനിഫെസ്റ്റ് ചെയ്യുക.
ഇവിടെ അതുപോലെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഒരുപാട് ആലോചനകൾക്ക് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ കുഴങ്ങി നിൽക്കുന്ന ആൾക്കാരുണ്ടോ. സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഒരു തീരുമാനം എടുക്കാൻ പറയുമ്പോഴോ അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് തരാൻ പറയുമ്പോഴോ ശങ്കിച്ച് നിൽക്കുന്ന ഒരവസ്ഥയൊക്കെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനൊക്കെ ഒരു മാറ്റം വരുന്നുണ്ടെന്നുള്ളതാണ്. നിങ്ങളെ തന്നെ ചൂസ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ഈ ഒരു പേഴ്സൺ മാറുന്നതായിട്ട് തന്നെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പ്രത്യേകിച്ച് ക്ലൂസോ കാര്യങ്ങളോ എടുക്കുന്നില്ല. കാരണം ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ അങ്ങനെ നോക്കിയിട്ട് അല്ലെങ്കിൽ ഇന്ന സിറ്റുവേഷനിൽ പെട്ടവർക്ക് എന്നുള്ളതല്ല, ഓവറോൾ ആയിട്ട് എടുക്കുകയാണ്. 999 പോർട്ടൽ ഓപ്പണിംഗ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവിടെ നമ്മൾ എടുത്തു പറഞ്ഞത് ആ ഒരു നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒരുപാട് സ്വാധീനിക്കുന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിലേഷൻഷിപ്പിൽ ഒരുപാട് ഹഡിൽസ് ഉണ്ടായിട്ടും ഒരുപാട് നാളുകളായിട്ട് അത് തന്നെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന, അല്ലെങ്കിൽ അത് തന്നെ എനിക്ക് വേണമെന്ന് വിചാരിച്ച് എത്ര കഷ്ടപ്പാടിനിടയിലും മുന്നിലോട്ട് പോയിട്ടുള്ള വ്യക്തികളുടെ ഒരു ഓവറോൾ എനർജി ആണെന്ന് പറയാം. സിറ്റുവേഷൻ പലതായിരിക്കാം, നിങ്ങൾക്കിടയിൽ തടസ്സങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ പലതായിരിക്കും. പക്ഷേ ഓവറോളായിട്ട് നമ്മൾ നോക്കുമ്പോൾ ആ ഒരു രീതിയിലുള്ളവർക്കാണ് ഇതിനകത്ത് നമ്മൾ ഈ ഒരു മാറ്റം കാണുന്നതായിട്ട് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് വരാനായിട്ട്, നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ളൊരു സ്ട്രോങ് ബോണ്ടിങ് ആഗ്രഹിക്കുന്നവരായിരിക്കാം, തേർഡ് പാർട്ടി റിമൂവലിന് ആഗ്രഹിക്കുന്നവരായിരിക്കാം, ജസ്റ്റിസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ നിങ്ങൾ ക്ലെയിം ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.